ബിഗ് ബോസിന്റെ ഉള്ളടക്കം പരിശോധിക്കാൻ ഹൈക്കോടതി ഉത്തരവ്. സംരക്ഷണ ചട്ടങ്ങൾ ലംഘിച്ചിട്ടുണ്ടോ എന്നാണ് പരിശോധിക്കേണ്ടത്. കേന്ദ്ര വാർത്താവിനിമയ മന്ത്രാലയത്തിനാണ് കോടതി നിർദ്ദേശം. ഓരോ സീസൺ തുടങ്ങുമ്പോഴേ നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കുന്ന വാർത്തയാണിത്. ബിഗ് ബോസ് നിർത്തുന്നു, ഇടയ്ക്ക് വെച്ച് നിർത്തുന്നു എന്നൊക്കെയുള്ള. പക്ഷെ അത് വാർത്തകൾ മാത്രമേ ഉള്ളായിരുന്നു, അതിനകത്ത് കാര്യമൊന്നുമില്ലായിരുന്നു. പക്ഷേ ഇത് കോടതിയുടെ ഉത്തരവ് തന്നെയാണ്. ബിഗ് ബോസ് നിർത്തിവെക്കാനല്ല, ഇതിനകത്ത് നിയമവിരുദ്ധത ഉണ്ടെങ്കിൽ നിർത്തിവെപ്പിക്കാം, അടിയന്തരമായി പരിശോധിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് കേന്ദ്ര വാർത്താവിനിമയ മന്ത്രാലയത്തോട്. അപ്പോൾ അവരാണ് ഇനി തീരുമാനമെടുക്കേണ്ടത്. ഇതിനകത്ത് നിയമവിരുദ്ധ പ്രവർത്തനങ്ങളുണ്ടെങ്കിൽ നിർത്തിവെപ്പിക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ അറിയാൻ പറ്റുന്നത്. എനിക്ക് തോന്നുന്നു കോടതി ഇനി കേസെടുക്കുന്നത് 25-നെങ്ങാണ്ടുമാണെന്ന് തോന്നുന്നു. നമ്മുടെ അഡ്വക്കേറ്റ് ആദർശ് സമർപ്പിച്ച ഹർജിയുടെ പുറത്താണ് ഈ ബിഗ് ബോസിനെതിരെ ഈ നിർണായകമായ തീരുമാനം ഉണ്ടായിരിക്കുന്നത്. ആദർശിൻ്റെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം. കോടതി വന്നപ്പം കോടതിയും ആശ്ചര്യപ്പെട്ട ഒരു സാധനം അതിനായിരുന്നു. കോടതി പറഞ്ഞത് കുട്ടികൾ ഉൾപ്പെടെ കാണുന്നതല്ലേ ഈ പ്രോഗ്രാം, ഇതെങ്ങനെ എയർ ചെയ്യുന്നു എന്നാണ്. ഇദ്ദേഹത്തിന് ഈ ഭാഗത്തോടെ സത്യം പറഞ്ഞാൽ എനിക്ക് തിരിയാതെ തോന്നി. കാര്യം മൊബൈലിലൊക്കെ പിള്ളേരായാലും കൊച്ചു പിള്ളേരായാലും ഞെക്കിക്കൊടുത്താൽ കിട്ടുന്ന സാധനങ്ങളാണ്. മൊബൈലൊന്നും നിരോധിച്ചിട്ടില്ല, TV ഷോകളൊന്നും നിരോധിക്കാൻ പറ്റത്തില്ല. കാലഘട്ടത്തിനനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കും. ചില പാട്ട് സീനൊക്കെ എല്ലാ ഭാഷയിലും ചില പാട്ട് സീനുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇതെല്ലാം കുട്ടികൾ കാണുന്നുള്ള സാധനം തന്നെയാണല്ലോ. അതൊന്നും ഒരു കാര്യമില്ല. ഇത് പറഞ്ഞത് ജാഫിനും ഗിബ്രിയും തമ്മിൽ കാട്ടിക്കൂട്ടുന്ന ചില കോപ്രായങ്ങളാണ്. അത് ചിലപ്പം രാത്രി 12 മണിക്കും 10 മണിക്കും ഒക്കെ ഇരുന്ന് ലൈവ് കാണാതിരുന്നാൽ പോലെ അല്ലേ. അല്ലെങ്കിൽ വീട്ടുകാർ വരുത്തണം. ഇത് മൊബൈലിനകത്ത് വരുന്നതാണ് ലൈവ്. ബാക്കിയുള്ളതെല്ലാം TV-ക്കകത്ത് വരുന്ന പരിപാടിക്കകത്ത് അതൊന്നും പ്രക്ഷേപണം ചെയ്തതിനകത്ത് ഇതൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. പിന്നെ വയലൻസ്, നമ്മുടെ റോക്കിയും ഫിജോയും തമ്മിലുള്ള ID അത് ഒഴിവാക്കേണ്ട ഒരു കാര്യം തന്നെയായിരുന്നു എന്ന് നമ്മളും നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. അതൊരു അനാവശ്യമായ ഇടിയായിപ്പോയി, ഒരു ഒന്നൊന്നര ഇടിയായിപ്പോയി. ചെറുതായിട്ടൊന്ന് ഇടിച്ചിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നമാവില്ലായിരുന്നു. ഒരാൾ ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വരും, ആഹാരം പോലും കഴിക്കാതിരിക്കാനുള്ള അവസ്ഥയിലെത്തുക എന്നൊക്കെ പറയുന്നത് നമ്മളെ ഞെട്ടിപ്പിച്ചായിരുന്നു. പിന്നെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കോടതി ഇടപെടുകയും വാർത്താവിനിമയ മന്ത്രാലയമൊക്കെ ഇടപെടുക എന്നൊക്കെ പറയുന്നത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനകത്തെ കടന്നുകയറ്റമാണെന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇതൊന്നും എന്തുമാത്രം പ്രാവർത്തികമാകുമെന്നൊക്കെ കണ്ടറിയണം. പിന്നെ ഇത് കേസെടുക്കേണ്ട നിസ്സാര പുള്ളിയൊന്നുമല്ല. നമ്മുടെ ലാലേട്ടനെതിരെ കേസെടുക്കണം, ഏഷ്യാനെറ്റിനെതിരെ, അതുപോലെ ബിഗ് ബോസിൻ്റെ പരിപാടി നടത്തുന്ന കമ്പനിക്കെതിരെയൊക്കെ കേസെടുക്കേണ്ടി വരും. ഏതായാലും ഈ പരിപാടി നടത്തുന്നവർ നിസ്സാര പുള്ളിയൊന്നുമല്ല. അവരെ അത് കെട്ടേണ്ട കെട്ടുകളെല്ലാം കിട്ടും എന്ന് തന്നെയാണ് നമ്മൾ വിചാരിക്കുന്നത്. ഏതായാലും ഷോ തുടരുക തന്നെ.